Hi everyone, welcome to another session by Civils 360 IAS Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. ഇത് മുന്നേയും UPSC ഇതിൻ്റെ ചില ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മിഷൻ ഇന്ദ്രധനുഷ് പോലുള്ള പ്രോഗ്രാംസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, അതിൽ ഇന്ത്യയുടെ ഫാർമ സെക്ടർ എങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ നമ്മുടെ ഇന്ത്യയിൽ എല്ലാവർക്കും വാക്സിനേഷൻ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഒരു ബേസിക് എയിം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ. പക്ഷേ ഈ വാക്സിൻ എങ്ങനത്തെ ഡിസീസിൻ്റെ വാക്സിനാണ്? നമുക്ക് വാക്സിൻ കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിസീസ്, ഒരു 12 ഡിസീസ്. ആ 12 ഡിസീസിന് നമ്മൾ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വാക്സിൻ കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന 12 ഡിസീസസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വാക്സിൻ കൊടുക്കുന്നു. ആർക്കൊക്കെ? വൾണറബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക്. ആരൊക്കെ ആയിരിക്കും അത്? ന്യൂ ബോൺസ് കാണും, ന്യൂ ബോൺ ആയിട്ടുള്ള ബേബീസ് കാണും, പ്രഗ്നന്റ് വിമൻ കാണും, ചിൽഡ്രൻ കാണും, അഡോളസെന്റ് കാണും. ഈ ഒരു 4 കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് വാക്സിൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന 12 ഡിസീസസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വാക്സിൻസ് കൊടുക്കുന്നു. അതാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ UIP എന്ന് പറയുന്നത്. നമ്മൾ വേൾഡിലെ മോസ്റ്റ് പോപ്പുലസ് കൺട്രിയാണ്. അപ്പോൾ ഒബ്വിയസ്ലി അതെന്തായിരിക്കും? ഒരു വൺ ഓഫ് ദ ലാർജസ്റ്റ് വാക്സിനേഷൻ ഡ്രൈവ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ഇമ്മ്യൂണൈസേഷൻ ഡ്രൈവ് ആയിരിക്കും അല്ലേ UIP എന്ന് പറയുന്നത്. ഇനി ഈ UIP കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ നാഷൻ വൈഡ് ആയിട്ട് എല്ലാവർക്കും ഈ വാക്സിൻ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ എയിം എന്ന് പറയുന്നത്. പക്ഷെ ചില ഡിസീസസിന് അതൊരു റീജിയണലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആയിരിക്കും. ലൈക്ക് ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഡിസീസ് പോലെയുള്ള ഡിസീസ് എന്ന് പറയുന്നത് അത് ഓൾ ഓവർ ഇന്ത്യ സ്പ്രെഡഡ് ആയിരിക്കില്ല, അത് റീജിയൺ വൈസ് ആയിരിക്കും. സേ ഒരു 355+ ഡിസ്ട്രിക്ട് അറൗണ്ട് 24 സ്റ്റേറ്റ്സിൽ ഒരു 355 ഡിസ്ട്രിക്ട്സിലായിട്ട് മാത്രമാണ് ഈ ഒരു ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് കാണുന്നത്. ആസാം, ദെൻ തമിഴ്നാടു, അങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റിൽ മാത്രമാണ് ഈ ഒരു ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞതൊരു ഡിസീസ് കുറച്ച് റീജിയൺ വൈസ് മാത്രം കാണുന്ന ഡിസീസാണ്. അപ്പം എന്താണ്? ആ റീജിയണിലെ ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഡിസീസിനുള്ള വാക്സിൻസ് കൊടുക്കുന്നത്. 12 ഡിസീസ് ഇതിനകത്ത് കവേർഡ് ആണ്, പക്ഷെ ചിലത് നാഷണൽ വൈഡ് കൊടുക്കാറില്ല എന്ന് മാത്രം. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഡിസീസ് എന്നുള്ളത്. അതായത് 12 ഡിസീസ് കവർ ചെയ്യും എന്ന് പറഞ്ഞാൽ ആ 12 ഡിസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാറ്റഗറൈസ് ചെയ്താണ് ഇവിടെ പറയുന്നത്. കാരണം നമുക്കിപ്പം ഇങ്ങനെ UIP എന്ന് ഡയറക്റ്റ് അല്ലാതെ തന്നെ ഏതെങ്കിലുമൊക്കെ ഇതിനകത്തുള്ള 2-3 ഡിസീസ് തന്നിട്ട് അതിന്റെ കോസറ്റീവ് ഓർഗാനിസം ഒക്കെ വെച്ച് പെയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ? അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തന്നെ ആണെങ്കിലും ഇപ്പം പറയുവാണ് പോളിയോ ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം. കാരണം പോളിയോ ഒരു വൈറൽ ഡിസീസ് ആണ്. സോ നമുക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കാം ഏതൊക്കെയാണ് 12 ഡിസീസ് എന്നുള്ളത്. അതിൽ ബാക്ടീരിയൽ ഡിസീസ് ഒന്ന് TB, ട്യൂബർകുലോസിസ്, ഡിഫ്തീരിയ, പെട്രൂസിസ്, ടെറ്റനസ്, മെനിഞ്ചൈറ്റിസ് ആൻഡ് ന്യൂമോണിയ ആൻഡ് ന്യൂമോകോക്കൽ ന്യൂമോണിയ. ഇവിടെ ഇപ്പം നിങ്ങൾ വിചാരിക്കും 2 ന്യൂമോണിയ തന്നിട്ടുണ്ടല്ലോ എന്ന്. അത് അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ് ആണ് അത് കോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 ന്യൂമോണിയ 2ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഈ ന്യൂമോകോക്കൽ ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. ആൻഡ് ഈ മെനിഞ്ചൈറ്റിസ് ആൻഡ് പെട്രോസിസ് കൊടുക്കുന്നത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. അതാണ് അതിന്റെ ഡിഫറൻസ്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകണം എന്നില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതുപോലെ വൈറൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പോളിയോ, ദെൻ മീസിൽസ്, റുബെല്ല, ഹെപ്പറ്റൈറ്റിസ് B, റിട്രോവൈറസ് ഡയേറിയ ആൻഡ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. അപ്പോൾ ഇത് ഈ 12 ഡിസീസിനാണ് നമ്മുടെ UIP അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വഴി കവറേജ് കൊടുക്കുന്നത്. ഇനി ഈ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു എയ്ഡാണ് എന്തെന്ന് പറയുന്നത് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത്. ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള കൺട്രിയാണ്, ഇത്രയും പോപ്പുലസ് ആയിട്ടുള്ള കൺട്രിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എത്തണം എന്നില്ല. അപ്പോൾ അങ്ങനെ അൺകവേർഡ് ആയിട്ടുള്ള റീജിയൻസിൽ നമുക്ക് മാക്സിമം വാക്സിനേഷൻ ചെയ്യുക, അതായത് വാക്സിനേഷൻ കവറേജ് ഒരു 90% എങ്കിലും എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ വന്നതാണ് മിഷൻ ഇന്ദ്രധനുഷ്. അത് 2014 വന്നത്. ഇനി ഇങ്ങനെ ഈ വന്ന മിഷൻ ഇന്ദ്രധനുഷിനെ, അതായത് ഈ വാക്സിൻ കവറേജ് 90% കൂടുതൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്ന മിഷൻ ഇന്ദ്രധനുഷിനെ 2017 ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് എന്നുള്ള പേരിൽ ലോഞ്ച് ചെയ്തു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്തായാലും 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും പ്രഗ്നന്റ് വിമനും എന്തായാലും ഈ വാക്സിനേഷൻ എല്ലാവർക്കും കിട്ടിയിരിക്കണം. അവർ ലെഫ്റ്റ് ഔട്ട് ആവാൻ പാടില്ല. ആരൊക്കെയാണ്? 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളും പ്രഗ്നന്റ് വിമനും. അവര് ഇതിൽ നിന്ന് ലെഫ്റ്റ് ഔട്ട് ആവാൻ പാടില്ല എന്നുള്ള തരത്തില് മിഷൻ ഇന്ദ്രധനുഷിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എന്താക്കി? ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് എന്നാക്കി. ഇനി ഈ ഒരു മിഷൻ ഇന്ദ്രധനുഷ് അല്ലെങ്കിൽ ഈ ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് അത് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി റൂറൽ ഏരിയാസിൽ അല്ലെങ്കിൽ ലോ കവറേജ് ഉള്ള റൂറൽ ഏരിയാസിൽ എല്ലാ മിഷൻസും കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില അർബൻ റീജിയൻസ് ലൈക്ക് ഒരു സ്ലം പോലത്തെ ഏരിയാസ് അവിടെയൊക്കെ ചിലപ്പോൾ ആൾക്കാരുടെ ബിഹേവിയറൽ ഇഷ്യൂ കൊണ്ടായിരിക്കും അല്ലെ ആ വാക്സിൻ എടുക്കണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ കൊണ്ടായിരിക്കും അവിടെയൊക്കെ വാക്സിൻ കവറേജ് എത്താത്തത്. അപ്പൊ അവർക്കൊക്കെ അവയർനെസ് കൊടുത്ത് അവരെയും കൂടി ഈ വാക്സിന്റെ അടിയിലേക്ക് ആ വാക്സിൻ കവറേജിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അർബൻ ഏരിയാസിലും ഈ ഒരു ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ നമ്മളത് തെറ്റാണെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അർബൻ ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും മിഷൻസ് ഒക്കെ റൂറൽ ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയായിട്ട് എടുക്കും. പക്ഷേ ഈ ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് ഈ ലോ കവറേജ് ഏരിയാസ് കൂടാതെ സ്ലം പോലെയുള്ള അർബൻ ഏരിയാസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 2 പുതിയ ലോഞ്ചസ് വന്നു. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് വാക്സിൻ അല്ല, HPV വാക്സിൻ. നാഷണൽ വൈഡ് ആയിട്ട് ഈ HPV വാക്സിൻ കൊടുക്കുക ഫോർ ഗേൾസ് ബിലോ 14 ഇയേഴ്സ്. 14 ഇയേഴ്സിൽ താഴെയുള്ള ഗേൾസിന് അല്ലെങ്കിൽ ഗേൾസ് അറ്റ് 14 ഇയേഴ്സ് എന്ത് ചെയ്യുക? HPV വാക്സിൻസ് നാഷണൽ വൈഡ് ആയിട്ട് കൊടുക്കുക. അപ്പൊ എന്താണ് HPV എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ആൻഡ് ഈ വൈറസ് സ്ത്രീകളില് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഈ ഒരു വൈറസാണ്. HPV വൈറസാണ് വിമനില് സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫേറ്റൽ ആയിട്ടുള്ള ഒരു സാധനമാണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ സെർവിക്കൽ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HPV വാക്സിൻസ് എന്ത് ചെയ്യുന്നു? നാഷണൽ വൈഡ് റോൾ ഔട്ട് ചെയ്യുന്നു. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് TD വാക്സിൻസ്. അതും ഇൻഡിജീനിയസ് ആയിട്ടുള്ള TD വാക്സിൻസ്. TD എന്ന് വെച്ചാൽ ടെറ്റനസ് ആൻഡ് ഡിഫ്തീരിയ ആണ്. ടെറ്റനസ് ആൻഡ് ഡിഫ്തീരിയ. ഈ ടെറ്റനസ് ആൻഡ് അഡൽട്ട് ഡിഫ്തീരിയക്കെതിരെ എഗൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇൻഡിജീനിയസ് ആയിട്ടുള്ള വാക്സിൻസിന്റെ ലോഞ്ച്. ആൻഡ് ഇതെന്താണ്? നമ്മുടെ ഒരു സെൽഫ് റിലയൻസ് ആണ് കാണിക്കുന്നത് അല്ലേ? നമ്മൾ വാക്സിനിൽ നമ്മുടെ ഒരു സെൽഫ് റിലയൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ HPV വാക്സിൻസിന്റെയും TD വാക്സിൻസിന്റെയും ലോഞ്ച് കാരണമാണ് ഇപ്പൊ ഇത് ന്യൂസിൽ വന്നത്. അത് കൂടാതെ തന്നെ ഈ ഒരു വാക്സിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ ഡ്രൈവിനെ എല്ലാം നമ്മൾ ഡിജിറ്റലി മോണിറ്റർ ചെയ്യുന്നു. എങ്ങനെ മോണിറ്റർ ചെയ്യുന്നു? ത്രൂ ആൻ ആപ്പ് കോൾഡ് ഈവിൻ. ഈവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജന്റ് നെറ്റ്വർക്ക്. ഇലക്ട്രോണിക് വാക്സിൻ ഇന്റലിജന്റ് നെറ്റ്വർക്ക്. ആ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ എന്ത് ചെയ്യുന്നു? വാക്സിൻസിന്റെ സ്റ്റോക്ക്, അത് ഡെലിവർ ചെയ്യുന്നത്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എത്രത്തോളം ബെനിഫിഷ്യറീസിലേക്ക് അത് എത്തുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഡിജിറ്റലി മോണിറ്റർ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഈവിൻ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം വന്നു. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ആണോ ഇതിങ്ങനെ ഡിജിറ്റലി മോണിറ്റർ ചെയ്യുന്നത്? അല്ല. യുവിൻ, കോവിൻ പോലത്തെ പ്ലാറ്റ്ഫോംസ് നേരത്തെ ഉള്ളതാണ്. യുവിൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാൻ, വാക്സിൻ സെന്റേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിരുന്നു യുവിൻ എന്ന് പറയുന്നത്. കോവിൻ എല്ലാവർക്കും അറിയാം, നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയത്, നമ്മൾ എത്ര വാക്സിൻ ഏതൊക്കെ ഡോസ് എടുത്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയത് കോവിൻ എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് അല്ലേ? അപ്പോൾ ഡിജിറ്റലി നമ്മൾ ഈ ഒരു വാക്സിനേഷനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ നമ്മൾ ഈ ഒരു വാക്സിനേഷൻ ഡ്രൈവ് കൊണ്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടായത് അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10 വർഷം മുന്നേ വരെ ഒരു 50 to 60% ആയിരുന്നു ഈ ഒരു വാക്സിനേഷന്റെ കവറേജ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ വാസ് ഔട്ട്സൈഡ്, ഈ ഒരു വാക്സിനേഷൻ കവറേജിന്റെ പുറത്തായിരുന്നു. പക്ഷേ 2025 ആയപ്പോഴത്തേന് നമുക്ക് ഈ ഒരു UAP വഴി ഈ ഒരു വാക്സിനേഷൻ കവറേജ് അറൌണ്ട് 98% എത്തിക്കാൻ പറ്റി. ഇത്രയും വലിയൊരു ഹ്യൂജ് പോപ്പുലേഷനിലെ 98% എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എന്തുമാത്രം വലിയൊരു വാക്സിനേഷൻ ഡ്രൈവാണ് ഈ നടക്കുന്നതെന്നുള്ളത്. ഇനി അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് ഡിസീസസിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ആ ഡിസീസസ് വരാതെ തടയാൻ പറ്റി. ഏതൊക്കെയാണ് ഡിസീസ്?
സ്മാൾ പോക്സ്, പോളിയോ, യോസ് ആൻഡ് മെറ്റേണൽ നിയോനേറ്റൽ ടെറ്റനസ്. ഇത്രയും ഡിസീസിനെ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാനും പറ്റി. അപ്പോൾ വാക്സിനേഷൻ്റെ കവറേജ് കൂട്ടാൻ പറ്റി, അതേപോലെ തന്നെ ചില ഡിസീസിനെ ഇറാഡിക്കേറ്റ് ചെയ്ത് കളയാനും പറ്റി. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാർമ സെക്ടർ എന്തുമാത്രം ഹ്യൂജ് ആണ്. നമ്മുടെ സർവീസ് സെക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് ഉള്ള അല്ലെങ്കിൽ ഒരു നല്ല പ്രോഗ്രസ് ഉള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്ന ഒരു സെക്ടറാണ് ഫാർമ സെക്ടർ, അല്ലെ, ഇന്ത്യൻ ഫാർമ സെക്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മളെന്ന് പറയുന്നത് തേർഡ് ആണ് ബൈ വോളിയം. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോളിയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ബൈ വോളിയം ആണ്. ഇനി ഫസ്റ്റും സെക്കൻഡും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US ആൻഡ് ചൈനയാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബൈ വോളിയം. പ്രൊഡക്ഷൻ വോളിയത്തിന്റെ കാര്യമാണ് പറയുന്നത്, നോട്ട് അബൌട്ട് വാല്യൂ. പ്രൊഡക്ഷൻ വോളിയത്തിൽ US ആണ് ഫസ്റ്റ്, സെക്കൻഡ് ചൈന, നമ്മൾ തേർഡ് ആണ്. ആൻഡ് അത് കൂടാതെ തന്നെ നമ്മൾ ഒരു 200+ കൺട്രീസിലത്തേക്ക് ഈ മെഡിസിൻസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സർവീസ് എക്സ്പോർട്ട് പോലെ തന്നെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ടും ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ആൻഡ് ഈ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് മെയിൻലി നടക്കുന്നത് US, ബെൽജിയം, സൗത്ത് ആഫ്രിക്ക, UK, ബ്രസീൽ പോലത്തെ കൺട്രീസിലേക്കാണ്. US വലിയ പ്രൊഡ്യൂസർ ആയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ മെഡിസിൻസ് അവർ എക്സ്പോർട്ട് ചെയ്ത് സ്വീകരിക്കുന്നത്? ബിക്കോസ് നമ്മുടെ മെഡിസിൻസ് കുറച്ചും കൂടെ ചീപ്പറാണ്. അതായത് നമ്മൾ കുറച്ചും കൂടി കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടാണ് മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഫോർഡബിൾ ആണ് ഇന്ത്യൻ മെഡിസിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ടേക്കേഴ്സ് ഉണ്ട്. 200+ കൺട്രീസിലേക്ക് നമ്മൾ ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മളാണ് ലാർജസ്റ്റ് വാക്സിൻ മാനുഫാക്ചറർ, ഗ്ലോബലി ലാർജസ്റ്റ് വാക്സിൻ മാനുഫാക്ചറർ. അറൌണ്ട് 60% ഓഫ് വാക്സിൻസ് ആർ മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. ആലോചിച്ച് നോക്കിയേ, ഗ്ലോബലി പ്രൊഡ്യൂസ് ചെയ്യുന്ന വോളിയത്തിന്റെ 60% നമ്മൾ ഇന്ത്യയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത് വാക്സിൻസ്. അതേപോലെ തന്നെ ജനറിക് മെഡിസിൻസ്, അതായത് കണ്ടന്റ് വെച്ചിട്ട് അറിയപ്പെടുന്ന മെഡിസിൻസ് ആണ് ജനറിക് മെഡിസിൻസ് എന്ന് പറയുന്നത്. അതിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകണം എന്നില്ല. അപ്പൊ ജനറിക് മെഡിസിൻസ് നോക്കിയാലും അതിലും ഏകദേശം 20% ഓഫ് വേൾഡ് ജനറിക് മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോവിഡ് ടൈമിൽ നമ്മൾ വളരെ പ്രശംസ കിട്ടിയ ഒരു കാര്യമുണ്ട്, നമ്മുടെ വാക്സിൻ ഡിപ്ലോമസി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ. നമ്മൾ വാക്സിൻസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കൺട്രീസിലത്തേക്ക് നമ്മൾ വാക്സിൻസ് കൊടുത്തു. അതിന് ഒരു മിഷൻ ഉണ്ടായിരുന്നു, എന്താണ് അതിന്റെ പേര്? വാക്സിൻ മൈത്രി. അപ്പൊ ആ ഒരു വാക്സിൻ മൈത്രി ഇനിഷ്യേറ്റീവ് വഴി നമ്മൾ നമ്മുടെ നൈബേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ എന്ത് ചെയ്തു? വാക്സിൻ സപ്ലൈ ചെയ്തു, അല്ലെ. അപ്പൊ നമ്മുടെ ഫാർമ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രോത്ത് ഉള്ളൊരു സെക്ടറാണ്. അപ്പൊ ഇതാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമും നമ്മുടെ ഇന്ത്യയുടെ ഫാർമ സെക്ടറും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.